ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നിതാ ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഒരു പഞ്ചാബിലേക്ക് പോയിട്ടുള്ള ഒരു ഡിഷുമായിട്ടാണ്. ഒരു പഞ്ചാബിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പട്ടിയാല ചിക്കൻ്റെ റെസിപ്പിയാണ്. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ. അതേപോലെ നമുക്ക് ഡിന്നറിനും ഗസ്റ്റൊക്കെ വരുമ്പം ചപ്പാത്തി, പൊറാട്ട, അതേപോലെ വൈറ്റ് റൈസിനൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഡിഷാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി വെക്കുക. ഒരു 3 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്. നിങ്ങൾ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തൊക്കെയോ സാധനങ്ങൾ വേണം. വേണ്ട, നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന എപ്പോഴും ചിക്കൻ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രം മതി. പക്ഷെ ഉണ്ടാക്കുന്ന രീതി വ്യത്യസ്തമാണെന്ന് മാത്രം. അപ്പം ഇങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പം നമ്മുടെ പട്ടിയാല ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 1 കിലോ ചിക്കൻ, 1 കിലോ തന്നെ അല്ല, ഒരു 900-850 ഒരു ചിക്കനാണേ. അപ്പോൾ ഒരു ചിക്കൻ 1 കിലോ വരെ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ അതാ അതിനുള്ള അളവും കാര്യങ്ങളൊക്കെ ആട്ടോ പറയുന്നത്. ആദ്യം നമുക്ക് ഇതൊരു ചെറിയൊരു മസാല പുരട്ടി വെക്കാം, ഒരു മാരിനേഷൻ. അപ്പോൾ ഞാനിതാ ഈ ചിക്കനിലേക്ക് 1/2 കപ്പ് നല്ല കട്ട വെള്ളം കുറഞ്ഞ് തൈര് ചേർത്ത് കൊടുക്കുകയാണേ. ഇനിതാ ഞാൻ കുറച്ച് മസാലകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഇത് ഒരു ഗ്രേവിയാണ്. ഗ്രേവി ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊക്കെ വീണ്ടും ചേർക്കും. അപ്പോൾ ഈ മാരിനേഷനിൽ ഇതൊക്കെ ചെറുതായിട്ടൊന്ന് പുരട്ടി വെക്കുകയാണേ. ഒരു 1/2 ടീസ്പൂണ് വെളുത്തുള്ളി, 1/2 ടീസ്പൂണ് ഇഞ്ചി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി. ഇത്രയും ഇട്ടിട്ട് ഈ തൈരും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഈ ചിക്കൻ ഇവിടെ മാറ്റി വെക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ ചിക്കനിലേക്ക് കംപ്ലീറ്റ് ആയിട്ട്. ഞാൻ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടോ. ഞാൻ ഒരു തുള്ളിയൂടി മഞ്ഞൾപ്പൊടിയോട് ചേർത്തുണ്ട്. ഒരു കളറില്ലാത്തപ്പോൾ തോന്നിയപ്പോൾ ഞാൻ ഒരു പിഞ്ചൂടി മഞ്ഞൾപ്പൊടി ചേർത്തുണ്ട്. ഇനി ഇതാ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഒരു കടായി ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കാനാണ്. ഇനി ഈ ചൂടായിണ്ട് ഓയിൽ. ഇപ്പം അതിലേക്ക് കുറച്ച് ഒരു ചെറിയ കഷ്ണം പട്ട, 3 ക്ലോവ്, 2 ഏലക്കായ. ഇപ്പൊ ഇതാ ഈ ഹോൾ സ്പൈസസ് ഇല്ലേ, പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇത് 3 കൂടി ഞാൻ ഈ ഓയിലിൽ ഇട്ട് കൊടുക്കട്ടെ. കൂടെ തന്നെ ഇതാ ഞാൻ 1 ടീസ്പൂണ് വെളുത്തുള്ളിയും 1 ടീസ്പൂണ് ഇഞ്ചിയും ചെറുതായി ഇതാ ചോപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഇട്ടിട്ട് ഒന്ന് മുപ്പിച്ചെടുക്കട്ടെ. ഇതിന്റെ കൂടെ തന്നെ ഞാൻ ഇതാ ഒരു 1/2 ടീസ്പൂണ് നമ്മളെ ക്യുമിൻ സീഡ് ഇല്ലേ, ചെറിയ ജീരകം, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒന്ന് നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഒരു മീഡിയം സൈസ് 4 ഉള്ളിയാണ് ഞാൻ ചെറുതായി നല്ല നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് ഇത് ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കട്ടെ. എന്നിട്ട് നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ വഴറ്റിയെടുക്കട്ടോ. ഒത്തിരി വേണം ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലോണം വാടി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. കരിഞ്ഞു പോവുകയും ചെയ്യരുത് കേട്ടോ. ഈ ഒരു രൂപത്തിലേക്ക് ആയാൽ മതി. നമുക്ക് ഇതിലേക്ക് നമ്മളെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇത് 3ഉം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ഉണ്ട്, ഒരു 1/4 to 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉണ്ട്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഉണ്ട്. 3 ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ. ഇനി ഇത് തീ കുറച്ചിടുക, അല്ലെ തീ ഓഫ് ചെയ്യുക. എന്നിട്ട് ഇത് കരിഞ്ഞു പോവരുത്. ഒന്ന് ഈ ഉള്ളിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കരിഞ്ഞു പോവരുതേ. ഞാനൊരു 2 മീഡിയം സൈസ് തക്കാളിൻ്റെ അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മളെ മസാലക്കൂട്ടിലേക്ക് ഈ തക്കാളിയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതാ നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം ഇതിൻ്റെ കൂടെ ചേർന്നുണ്ട്. ഇനി ഞാൻ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണേ. ഈ വെള്ളവും കൂടി ചേർന്നിട്ട് ഒന്നുകൂടെ ഒന്ന് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. ഇതാ നമ്മുടെ മസാല നന്നായി വെന്തുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ പകുതി ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുകയാണ്. ബാക്കി പകുതിയിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയും ചെയ്യാം. ഇതാട്ടോ ഞാൻ പകുതി ഒരു ബൗളിലേക്ക് ഇവിടെ കോരിയൊക്കെ നമുക്ക് പിന്നെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഞാൻ ഉള്ളി വാടുന്ന സമയത്ത് അത്യാവശ്യം നല്ലോണം ഉപ്പ് ഇട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഇട്ടില്ല. പിന്നെ നമ്മൾ ചിക്കനിൽ ഉപ്പ് പുരട്ടിക്കല്ലോ, ലാസ്റ്റ് എല്ലാം നോക്കിയിട്ട് ഉപ്പിടട്ടോ. ഇത് ഇവിടെ അത്രയും ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാ ബാക്കിയുള്ള ഈ ഒരു മസാലക്കൂട്ടിലേക്ക് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച ചിക്കനില്ലേ അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ചിക്കൻ കണ്ടോ, ഈ ചിക്കൻ ഞാൻ ഓരോന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. ആദ്യം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടിച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി ചിക്കൻ നോക്കാം വെള്ളം ഇറങ്ങി. എന്നിട്ട് ഇതിൽ തന്നെ വെള്ളം വന്നിട്ട് അതിന് വേവാൻ ആവശ്യമുള്ള വെള്ളമൊക്കെ ഇതിൽ തന്നെ അങ്ങ് ഇറങ്ങും. ഓക്കെ, ചിക്കൻ അവിടെ നിന്ന് വേവട്ടെ.
ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, വേറൊരു ഗ്രേവി, ഒരു ലാസ്റ്റിൻ്റെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഗ്രേവി ഉണ്ടാക്കണം. അതിന് ഞാൻ വേറൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ 1 ടേബിൾ സ്പൂണ് ഓയിൽ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ജീരകം, ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഒന്ന് കുത്തിയെടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതും 1 ടീസ്പൂണ് നമ്മൾ ചോപ്പ് ചെയ്തിട്ടുള്ള ഇഞ്ചിയും, 1 ടീസ്പൂണ് ചോപ്പ് ചെയ്തിട്ടുള്ള വെളുത്തുള്ളിയും, ഇത് 3ഉം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കേ. ഇനി ഞാനിതില്ലേ ഇതിലേക്ക് തന്നെ ഒരു വലിയ ഉള്ളി നമ്മൾ ചതുരത്ത് കട്ട് ചെയ്താണ്, ഡൈസ്ഡ്, ഇതേപോലെ ഒരു ക്യാപ്സിക്കം, ഇത് രണ്ടും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ. ഇത് ഓപ്ഷണലാണ്, ഇതാണ് പക്ഷെ ഇതിന്റെ ഹൈലൈറ്റും. ഈ പഞ്ചാബി സ്റ്റൈലല്ലേ ചെയ്യുന്നത്. ഇത് ഉലുവന്റെ ഇലയാണ്, നല്ല ഹെൽത്ത് ആണ്, നല്ല ബെനിഫിറ്റ് ഉള്ളൊരു സംഭവമാട്ടോ, നമ്മളെ മേത്തി ലീഫ്. ഇത് ഞാൻ ഒരു ചവർപ്പ് പോവാൻ വേണ്ടി ഉപ്പ് വെള്ളത്തിൽ ഇട്ടിട്ട് പിന്നെ കഴുകി നന്നായിട്ട് ഉപ്പൊക്കെ പോക്കി കഴുകി എടുത്തതാണ്. അപ്പൊ ഇതിന്റെ ചവർപ്പൊക്കെ പോയിട്ടുണ്ടാവും. ഇതിപ്പോ ഒരു 1/2 കപ്പ് ഉണ്ട്, 1 കപ്പ് വരെ ഉപയോഗിക്കാം കേട്ടോ ഈ ഒരളവ് ചിക്കനിലേക്ക്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാം, മണ്ണ് കൂടെ വേണ്ട. നമ്മൾ കുറച്ച് ഉലുവ ഒരു നനഞ്ഞ തുണിയിലോ ഒരു ടിഷ്യൂ പേപ്പറിലേറ്റോ ഇട്ടിട്ട് അടച്ചു വെക്കുക. ഒരു 2 ദിവസം അടച്ചു വെച്ചാൽ ഇടയ്ക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ നന്നായിട്ട് ഇത് മുളച്ച് ചെറിയ പൊന്തി വരും. അടച്ചു വെക്കണം, അപ്പൊ ഒരുപോലെ മുളച്ച് പൊന്തും. എന്നിട്ട് ഒരു സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വെച്ചാൽ ഇടയ്ക്ക് ഒരു എല്ലാ ദിവസവും ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്താൽ ഒരൊറ്റ ആഴ്ച കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഈ ഇത് വിടർന്ന് ഇല ആയിട്ട് വരും. ആ ഇല കട്ട് ചെയ്തെടുത്താൽ മതിയേ. കണ്ടോ, ഇതുപോലത്തെ ഇല ഇതുപോലെ കിട്ടും നമുക്ക്. അത് എൻ്റെ യെസുക്രേസിക്കിസിന്റെ പേജില്ലേ, അതിന്റെ പ്രൊഫൈൽ ലോഗോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഉലുവേല, മൈക്രോഗ്രീൻ്റെ ഉലുവേന്റെ ഇലൻ്റെതാണ്. അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ സിമ്പിളാ. അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടാക്കിയതാണ്, അതിന്റെ പിക്ചർ തന്നെയാണ് എൻ്റെ ചാനലിന്റെ ലോഗോ. പിന്നെ ഇത് ഞാൻ 1/2 കപ്പ് ഉണ്ട്, ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ചോപ്പ് ചെയ്താണ്, നന്നായി കഴുകി ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി എടുത്ത് വെച്ചാണ്. ഇത് ഞാൻ ഇതിന്റെ കൂടെ തന്നെ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഇനി ഞാൻ എല്ലാത്തിലും ഇട്ട പോണം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത് 3ഉം കൂടെ ചേർത്ത് കൊടുക്കട്ടെ. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചൊരു മസാല അല്ലേ, അത് ചേർത്ത് കൊടുക്കുകയാണേ. ഇത് നന്നായിട്ടൊന്ന് ഇതുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഗ്രേവി ആട്ടോ ആ ഒരു അതിൻ്റെ ആ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പാട്ടിയാല ചിക്കൻ്റെ അതിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇതാ. നല്ല എളുപ്പം ഉണ്ടാക്കാം, പക്ഷെ നമ്മൾ 3 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നതേ ഉള്ളൂ. നല്ലൊരു മണം വരുന്നത് കേട്ടോ. ഇപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് സ്മെല്ല് വരുന്നത് ഈ ഒരു മസാല ഉണ്ടാക്കുമ്പോൾ. ഇതാ ഇനിയാണ് നമ്മൾ ഇതിലേക്ക് നമ്മൾ ടേസ്റ്റ് കൂട്ടുന്നൊരു സംഭവം ചേർക്കുന്നത്. ഒന്നുമില്ല, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അണ്ടിപ്പരിപ്പ് കുതിർത്തി ഒന്ന് ബോയിൽ ചെയ്തതിന് ശേഷം അരച്ചെടുത്ത പേസ്റ്റാണ്. ഇതൊരു 1/2 കപ്പോളുണ്ട്, ചേർത്ത് കൊടുക്കട്ടെ. ഇനി ഞാൻ ഒത്തിരി ഇതാ ഉപ്പിൻ്റെ കുറവുണ്ട്, ഉപ്പിട്ട് കൊടുക്കട്ടെ. ആ നേരത്തെ മസാലയിലുള്ള ഉപ്പ് മാത്രമല്ലേ ഉള്ളൂ, ആദ്യത്തെ മസാലയിലല്ലേ. ഞാൻ ഇത്തിരി കൂടി ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് തീ ഓഫ് ചെയ്യാണേ. ആ നമ്മളെ പേസ്റ്റില്ലേ അണ്ടിപ്പരിപ്പിൻ്റെ ഒന്നായാൽ മതി, പെട്ടെന്നായിക്കോളും. ഒരു 2-3 മിനിറ്റ് ഇതിൻ്റെ കൂടെ ആയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതാ നമ്മൾ ഇനി ചിക്കനില്ലേ നേരത്തെ വേവാൻ വെച്ച് അതിതാ ചിക്കനൊക്കെ നന്നായി വെന്ത് കണ്ടോ, എല്ലിന്നൊക്കെ ഇങ്ങനെ വിട്ട് കിടക്കുന്നുണ്ട് കണ്ടോ, നല്ലോണം വെന്തുണ്ട്. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഒരു തിക്ക് ഗ്രേവി ഇല്ലേ, നമ്മളെ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ടുള്ള ക്യാപ്സിക്കൊക്കെ ഇട്ടിട്ടുള്ള ആ കൂട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോവാണേ. കണ്ടോ ചിക്കനിലൊക്കെ വെള്ളം ഇറങ്ങി ശരിക്കും ഒരു കറി പോലെ ആയില്ലേ. ഇതിലേക്ക് നമ്മൾ ആ കൂട്ട് ചേർക്കട്ടെ. ഞാൻ നമുക്ക് വേണമെങ്കിലില്ലേ നമ്മൾ ഈ അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ് ചേർക്കുമ്പോൾ ഒരു 1/2 കപ്പ് മുതൽ 1 കപ്പ് വെള്ളം വേണമെങ്കിൽ ചുടുവെള്ളം ഇട്ടോ, ചുടുവെള്ളം ചേർക്കാതെ ചുടുവെള്ളം ചേർത്ത് കൊടുക്കേ. ഇതാ കണ്ടോ, ഇത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെ ഫുള്ളായിട്ട്. ഇത് നമുക്ക് ചിക്കനുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഇതെല്ലാം കൂടെ ഒന്നുകൂടി ചെറിയ തീയിൽ കിടക്കട്ടെ.
ഈ സമയത്ത് വേണമെങ്കിലും നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ, വെള്ളം ഭയങ്കര തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ. പക്ഷേ ആ ഒന്ന് ഇതിൽ കിടന്നിട്ട് പിന്നെ 2 മിനിറ്റ് നമ്മൾ വേവിക്കല്ലോ, അപ്പം അങ്ങ് റെഡി ആയിക്കോളും. ഇതാ ഇനി നമ്മൾ ഫൈനലി ലാസ്റ്റിൻ്റെ മേലെ ഒരു ചെറിയ മേൽപ്പൊടി ഇട്ട് കൊടുത്താൽ കഴിഞ്ഞിട്ടോ. ഇതാ ഒരു 2 പച്ചമുളക് ഞാൻ ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഇതാ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതുണ്ട്. 1 ടീസ്പൂണ് നമ്മളെ കസൂരി മേത്തി ഉണ്ട്, ഉണങ്ങിയ ഉലുവേല. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല. ഇതുകൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഇത്രേ ഉള്ളൂ. ഇതൊരു എന്താ ഒരു പാകത്തിനുള്ള എരിവേ ഇതിനുള്ളൂ. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ മുളകൊക്കെ കൂട്ടി കൊടുക്കാം കേട്ടോ. കുറച്ചുകൂടി അത്യാവശ്യം നമ്മൾ ഇപ്പോൾ 3-4 പ്രാവശ്യമായിട്ട് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പക്ഷെ ഒരു പാകത്തിനുള്ള എരിവുണ്ട്. നിങ്ങൾക്ക് നല്ല എരിവ് വേണമെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇതാ ഇപ്പം നമ്മുടെ കറി പട്ടിയാല ചിക്കൻ ഇവിടെ റെഡിയാണ്. ഇതാ ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാൻ പോവാണ്. ഇത് ചപ്പാത്തിൻ്റെ കൂടെ, അതുപോലെ വെള്ള ചോറിൻ്റെ കൂടെ, ബസ്മതിയൊക്കെ പ്ലെയിന് ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി. നമ്മൾ ഡിന്നറിനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ചപ്പാത്തി, പൊറാട്ട, പത്തിരി, നൂൽപ്പുട്ടിനൊക്കെ അടിപൊളി ഒരു കോമ്പിനേഷനാണ്. നമുക്ക് എപ്പോഴും ഉണ്ടാക്കുന്ന ചിക്കൻ കറി എന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് ഗസ്റ്റൊക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാട്ടോ. എല്ലാവരും ട്രൈ ചെയ്തൊക്കെ ഞാൻ സെർവിങ് ബൗളിലേക്ക് ഇടുവാണ്. നിങ്ങളെ കയ്യിലിപ്പം ഫ്രഷ് ക്രീമൊക്കെ ഉണ്ട്, നമുക്ക് വിളമ്പി വെക്കുമ്പോൾ മേലെ വേണേൽ ഇത്തിരി ഇട്ടുന്ന നല്ല, നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ നമ്മൾക്ക് ടേബിളിൽ കൊണ്ടുവെക്കുന്ന സമയത്ത് ഇത്തിരി ഫ്രഷ് ക്രീം കൂടി മേലെ ഇട്ടുതരും. അപ്പം ഇതാ കണ്ടല്ലേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എൻ്റെ അടുത്ത് പറയുക എങ്ങനെ ഉണ്ട് കേട്ടോ. ആ ഉലുവേല ഇഷ്ടമുള്ളവർ നമുക്ക് ക്വാണ്ടിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കുറയ്ക്കുക കേട്ടോ. ഇത് ഇപ്പം ഞാൻ അവരെ ഒരു ട്രഡീഷണൽ രീതിയിൽ തന്നെയാണ് ചെയ്ത്, അതുകൊണ്ടാണ്. എന്നിട്ട് ഞാൻ 1/2 കപ്പാണ് ചേർത്തത് കേട്ടോ. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും റെസിപ്പി ഷെയർ ചെയ്യുക. താങ്ക് യു.